കഴിഞ്ഞ ദിവസം മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് പരിപാടിയായിരുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ആദിലയും നൂറയും അവരും പങ്കെടുത്തു. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. വേറൊരു ഫംഗ്ഷൻ ഡോറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതാണ്. സോ ഓൾ ദി ബെസ്റ്റ്. ഇതിനു ശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് വന്നത്. ഇദ്ദേഹം ഇട്ട പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. എന്നാൽ എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. ഈ 2 പെൺകുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആദിലെ നൂറയാണ്. അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നത്. നിങ്ങളുടെ ഹൗസ് വാമിംഗിൽ ആരൊക്കെ പങ്കെടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിവില്ലേ? നിങ്ങളുടെ അറിവില്ലാതെ എങ്ങനെയാണ് അവരെ ക്ഷണിക്കുന്നത്? ഒരു അബദ്ധം പറ്റിപ്പോയത്. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇദ്ദേഹം ഇട്ടേക്കുന്നത്. കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ വലിഞ്ഞേറി വന്നവരൊന്നും വോട്ടവർ ആരാണെങ്കിലും അവരെ ക്ഷണിച്ച് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ അവർ കിട്ടിയിട്ടാണ് അവർ ആ ഒരു ഹൗസ് വാമിങ്ങിന് പങ്കെടുക്കാൻ വന്നത്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണം. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അവര് വന്നത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്നല്ല ഒന്നും പറയാൻ. മോശമായി പോയി, വളരെ മോശം. അതുകൊണ്ട് മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന്. എന്ത് മൂല്യങ്ങളാണ് സംരക്ഷിക്കുന്നത്? എന്ത് മൂല്യങ്ങൾ? നിങ്ങൾ തന്നെയാണ് അവരെ വിളിച്ചത്. മുടങ്ങിയ നിശ്ചയമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, പുറത്തു. കല്യാണമായിരുന്നെങ്കിൽ ഈ മണവാളിനൊരു കൊലയാളിയായി മാറുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് LGBT കമ്മ്യൂണിറ്റിയോടുള്ള പ്രശ്നമല്ലോ ആയിരിക്കും. സംഭവം ഒന്നുമല്ല. LGBT കമ്മ്യൂണിറ്റിയോടുള്ള എന്തെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ കണ്ട ഈ ഒരു കാര്യം ഇവിടെ നടക്കില്ല. അല്ല, അപ്പൊ അവിടെ വെച്ചോണ്ട് ഈ പിക്കിൽ നിൽക്കുന്ന ആളെ അറിയാലോ, നാദിറ മെഹർ. അത് ശരി, ഇതാണല്ലോ നിന്റെ കയ്യിലിരിപ്പ്. അപ്പൊ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയും അവരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യും. സംസാരിക്കുമ്പോ ഒന്നും ഈ പറയുന്ന മൂല്യങ്ങളൊന്നും നിങ്ങൾക്ക് ചോരുന്നില്ല. അതല്ല ഉദ്ദേശം. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകളും കൂടെ ഇദ്ദേഹത്തിന് എതിരെ വന്നപ്പോഴത്തേക്ക് സഹിച്ചില്ല, കച്ചവടം പോവല്ലോ. അപ്പോഴത്തേക്ക് സ്വന്തം സ്റ്റാൻഡ് വിട്ട് അങ്ങ് കാലങ്ങ് മാറി. ഇതാണ് ഫൈസൽ ഇക്ക ചെയ്ത പരിപാടി. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ? ക്ഷണിക്കാനുള്ള തന്റെ ഇടം കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനി ആരൊക്കെ പറഞ്ഞാലും അവരെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും എന്ന് പറയാനുള്ള ഗട്ട്സും കൂടെ കാണിക്കണം. എടോ, പണം ഉണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.